ഇതൊക്കെ അവളുടെ വിഷമം കൊണ്ട് പറഞ്ഞ അങ്ങനെയൊക്കെ സംസാരിക്കുവോ ആരെങ്കിലും? അല്ല, അനു അവളെ ന്യായീകരിക്കുകയല്ല. പുറത്ത് എന്താ നടക്കുന്നത് അനു അറിയത്തില്ലല്ലോ. അറിയില്ലെങ്കിലും എനിക്ക് വേണമെങ്കിൽ ഇവൾ ഇത്രയും സംസാരിച്ചു. എനിക്ക് കുറെ കാര്യം നിനക്കും അറിയാം. അവളുടെ ഒരു കഥ, ഇവിടത്തെ കഥ, നമ്മൾ പറഞ്ഞിട്ടുള്ള കഥ, ഇതുവരെ ഞാൻ ആ കഥ ഇവിടെ പറഞ്ഞിട്ടില്ല. അത് ഈ ബിഗ് ബോസുമായി ബന്ധപ്പെട്ടൊരു കഥയാണ്. അത് ആ കഥ നല്ലതാണോ നീ പറ? അല്ല അല്ല, പറയാത്തത് നിന്റെ മാന്യത, എന്റെ മാന്യത. എനിക്ക് വേണമെങ്കിൽ വിളിച്ച് കൂവായിരുന്നു. അന്ന് ഇവിടെ അവൾ ഉണ്ടായിരുന്ന സമയത്ത് എന്റെ കരണടിച്ച് പൊട്ടിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സമയത്ത് എന്നെയും മറ്റേ ആര്യന്റെയും കഥ പറഞ്ഞിട്ടോ എടുത്തിട്ടിട്ട് എനിക്ക് വേണമെങ്കിൽ ആ കഥ എടുത്തിടായിരുന്നു. ഇവിടെ നാറും, പുറത്തിറങ്ങി നടക്കൂലേ അവള്, അല്ലേ? ആണോ അല്ലയോ? ശരിയാണ്, ഞാൻ പറഞ്ഞോ? അതുപോലെ പല കഥകളും എനിക്കറിയാം. ശൈത്യനെ വിശ്വസിച്ച് പറഞ്ഞ കാര്യമല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ശൈത്യനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതല്ല ഞാൻ. മനസ്സിലായി. കാരണം ഞാൻ പുറത്തു പോയ ആളാണ്, ശൈത്യ അതിന് പുറത്തു വന്ന ആളാണ്. അപ്പൊ ഞാൻ കണ്ടതാ ശൈത്യയുടെ വിഷമവും ശൈത്യനെ പറയുന്നതെല്ലാം ഞാൻ കണ്ടതാ. എനിക്ക് നല്ലപോലെ അറിയാം. അവൾ തെറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ അവൾ എന്തിനാ പേടിക്കുന്നേ? അനു അങ്ങനല്ല. അനു കുറെ അവള് തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും കുറെ ആൾക്കാർ അവിടെ സംസാരിച്ചു, എല്ലാം കേട്ടോണ്ടിരുന്നു. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇത്രയും ആൾക്കാർ ഇരിക്കുന്നുണ്ട്, ആ കാര്യം ഇപ്പൊ സംസാരിക്കണ്ട, രാത്രി കിടക്കാൻ നേരത്തെ സംസാരിക്കാൻ പിന്നെ സംസാരിക്കാം. ഞങ്ങൾ പിന്നെ സംസാരിക്കാൻ ഞാൻ പറയുന്നുണ്ടായിരുന്നു. നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് സംസാരിക്കാൻ, പിന്നെ സംസാരിക്കാൻ പറയുന്നുണ്ട്. അപ്പോഴും ഫോഴ്സ് ചെയ്തോണ്ടിരിക്കുന്നത് പറ ഇപ്പൊ പറയാന്നുള്ള. അപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോയത്. അവിടെ ഒരു സംസാരം ഉണ്ടാവുന്ന ഞാൻ ഊഞ്ഞാലിൽ പോയിരിക്കുന്നത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്, ഇല്ലാത്ത കാര്യം ഞാൻ കൂട്ടിച്ചേർത്ത് പറഞ്ഞിട്ടില്ല. പിന്നെ കണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇല്ലാത്ത കാര്യം ഒരിക്കലും ഞാൻ കാരണം അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടായി കൊടുക്കാൻ എനിക്ക് ഒരു താല്പര്യവും ഇല്ല. അവൾക്ക് അവിടെ അങ്ങനെ കിടക്കട്ടെ അല്ലെങ്കിൽ അവൻ അങ്ങനെ കിടക്കട്ടെ എന്ന് താല്പര്യമില്ല എനിക്ക്. ഉള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് കണ്ടതും മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്റെ കേസിൽ അത് ഈ സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ യോജിക്കത്തില്ല. ഞാൻ ഇതിപ്പം നമ്മളിപ്പോൾ ഇരിക്കുമ്പോൾ ഇവിടെ ക്യാമറ ഉണ്ടെന്നും അല്ലെങ്കിൽ ഇവിടെ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ മറ്റാൾക്കാർ കേൾക്കുന്നുണ്ടെന്നൊക്കെ ഉള്ള ബോധത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് അപ്പാനിയുടെ കേസ് അന്നു പറഞ്ഞോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ നല്ല സുഹൃത്തുക്കളായിരിക്കാം, പക്ഷെ പുറമേ നോക്കുമ്പോൾ അത് ഞാൻ മാത്രമല്ല പറയുന്നത്. ഇവിടെ വേറെ ആരും അങ്ങനെ ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് ഡയറക്റ്റ് ചോദിക്കത്തില്ല. ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഞാൻ സംസാരിക്കില്ല. ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ നമ്മളിപ്പം ചില ആൾക്കാർ പറയും, ചിലപ്പം ഞാൻ എടുത്തു പറയുന്നുണ്ട്, അവർ ചിലപ്പോൾ സുഹൃത്തുക്കളായിരിക്കും, പക്ഷെ ഇങ്ങനെ പുറമേ നോക്കുമ്പോൾ സപ്പോസ് അത് ഒരു ബാഡായിട്ട് ആൾക്കാർ ഇമേജ് ചെയ്യും. അതിനെ കുറിച്ചല്ല ഈ അപ്പാനിയുടെ എന്താ നീ കാരണമാണ് ഇവിടെ ഒരു അത് ഞാൻ പറഞ്ഞു. അന്ന് ഞാൻ അവനെ വഴക്കുണ്ടാക്കിയപ്പോ അത് ദേശത്തിന്റെ പുറത്ത് പറഞ്ഞ് ഞാൻ അപ്പാനിയുടെ അടുത്ത് ക്ഷമ ചോദിച്ചു. കാലിൽ തൊട്ട് ഞാൻ തൊഴുതു. ഞാൻ പറഞ്ഞ തെറ്റായി, അത് ഞാൻ ക്ഷമ ചോദിച്ചു. അത് ഞാൻ പറയുന്നുണ്ടല്ലോ, ഞാൻ പറഞ്ഞ തെറ്റാണ്, ഞാൻ പറയാൻ പാടില്ലായിരുന്നു. നമ്മൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിന്റെ പുറത്ത് എന്തൊക്കെ ഇഷ്യൂസ് ആണ്, ഞാൻ അതിനാണ് മാപ്പ് പറഞ്ഞത്. ആ സ്റ്റേറ്റ്മെന്റിൽ ഞാൻ പിടിച്ച് നിന്നിട്ടില്ല.